ഹലോ, എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഗൾഫ് പ്രവാസികൾക്ക് വേണ്ടിയാണ്. കാരണം ഞാനൊരു 10 വർഷം ഒരു ഗൾഫ് പ്രവാസി തന്നെയായിരുന്നു. ഇപ്പം ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് യൂറോപ്പിലാണ്. യൂറോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു വെൽഡറാണ്, ഒരു സാധാ ഒരു സ്കിൽഡ് വർക്കറാണ്. ഇപ്പം ഞാനൊരു 10 വർഷം എൻ്റെ ഒരു നല്ലൊരു പ്രായത്തിൽ എൻ്റെ 22 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നത്. എൻ്റെ ഒരു നല്ലൊരു സമയം യൗവനം മൊത്തം ഞാൻ ഗൾഫിൽ എൻ്റെ കഴിഞ്ഞ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തു. ഞാൻ ജോലി ചെയ്തു. ഗൾഫിൽ ജോലി ചെയ്ത് എനിക്ക് കിട്ടുന്ന വെറും 30,000 40,000 കൂടിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് മാക്സിമം ഒരു 30,000 എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എന്തൊരു ചൂടിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. നമുക്ക് താമസിക്കുന്ന സൗകര്യം എന്ന് പറഞ്ഞാൽ ഒരു മുറിയിൽ 6 പേരാണ്. ഡബിൾ ബെഡ്, താഴത്തെ ഒരാൾ കിടക്കുമ്പോൾ മുകളിൽ ഒരാൾ കിടക്കണം. പിന്നെ നമ്മൾ ഭക്ഷണം, ചില ഹോട്ടലിലായിരിക്കും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന അമിതമായിട്ട് എണ്ണ ഉപയോഗിച്ചതും ഭയങ്കരമായിട്ടുള്ള ആഹാരമാണ്. നമുക്കത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അസുഖം വരും. നമ്മൾ ഈ 10 വർഷം 20 വർഷമൊക്കെ ഗൾഫിൽ നിൽക്കുന്നവരുടെ ആരോഗ്യം വളരെ മോശപ്പെടും. നമ്മൾ അവിടെ കിടന്നിട്ട് ഈ 40,000 സമ്പാദിച്ചിട്ട് വീട്ടിലെ ചെലവ് മാത്രം നടന്നു പോകും. വളരെ തുച്ഛമായിട്ട് മാത്രം സമ്പാദിക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ യൂറോപ്പിൽ എനിക്കൊരു മണിക്കൂർ 14 യൂറോ ഉണ്ട്. എനിക്കൊരു മാസം ഈസി ആയിട്ട് എനിക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഗൾഫിൽ കിടന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ കിട്ടിയത് 30,000 40,000 കൊണ്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ 10 വർഷം നമ്മുടെ ജീവിതത്തിന് നല്ല സമയം കിടന്നിട്ട് എനിക്കൊന്നും സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല. അവിടുത്തെ ചൂടിലും അതിലൊക്കെ ചൂടും, ഞാൻ വെൽഡിങ് ജോലി ആയതുകൊണ്ട് തന്നെ വളരെ ഹാർഡായിരുന്നു വർക്ക്. പിന്നെ നമ്മളോടുള്ള പെരുമാറ്റം, എത്ര നല്ല ജോലി ചെയ്താലും നമ്മളോട് പെരുമാറുന്നത് ഫോർമാൻ്റെ പെരുമാറ്റ രീതികൾ. നമ്മൾ പോകുന്ന വെക്കേഷൻ 2 വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് പോകുന്നത്. നമ്മുടെ ഫാമിലിനെ കാണാൻ സാധിക്കുന്നത്, നമ്മുടെ വൈഫിനെയും കുട്ടികളെയും കാണാൻ സാധിക്കുന്നത്. ഇവിടെ എനിക്ക് ലഭിക്കുന്നത് 6 മാസം കൂടുമ്പോൾ എനിക്ക് വെക്കേഷനാണ്. എനിക്ക് പോയിട്ട് വരാം. അതും 3 മാസമാണ്. എൻ്റെ കമ്പനിയിലുള്ള എല്ലാവർക്കും 3 മാസമാണ് വെക്കേഷൻ. 3 മാസത്തിൽ 20 ദിവസം വെക്കേഷനാണ്. അത് യൂറോപ്യൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഈസിയാണ്. അവർക്ക് എക്സ്പെൻസ് കുറവായതുകൊണ്ട് തന്നെ അവർക്ക് 3 മാസം വെക്കേഷനാണ്. എനിക്ക് 6 മാസം കമ്പനി ടിക്കറ്റ്, അപ്പ് ഡൗൺ ടിക്കറ്റ് എടുത്ത് തരും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന എല്ലാ പ്രവാസികളും, ഇന്ത്യ പ്രവാസികളും മാക്സിമം ഗൾഫ് ഉപേക്ഷിച്ചതിന് ശേഷം യൂറോപ്പിലുള്ള അവസരങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യുക. യൂറോപ്പ്, UK, ഓസ്ട്രേലിയ, അങ്ങനെ എവിടെയൊക്കെ കിട്ടും. അത് ഗൾഫ് ഉപേക്ഷിച്ച് കളയുക. ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളിലൊന്നാണ് ദുബായ്. ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളെക്കാട്ടൊക്കെ വളരെ മുകളിലാണ്. എന്നാൽ അവർ നൽകുന്ന കൂലി, നമ്മൾ ഇന്ത്യക്കാർക്ക് നൽകുന്ന കൂലി, ഇന്ത്യക്കാരാണ് അവിടെ 70% ഉള്ളത്. അവർക്ക് നൽകുന്ന കൂലി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു മണിക്ക് 2 യൂറോയാണ്. മനസാക്ഷി ഇല്ലായ്മ കാണിക്കുന്നത്. നമ്മളെ അടിമകളെ കണക്കാണ് ഇന്ത്യക്കാർ. അതുകൊണ്ട് തന്നെ പറഞ്ഞ നമ്മൾ ഒരിക്കലും ഗൾഫിൽ പോയി ജോലി ചെയ്യരുത്. അടിമകളാവരുത് അറബികളുടെ. ഞാൻ കുറെ അനുഭവിച്ച 10 വർഷം ഈ അടിമ ജോലി ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദയവായിട്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഗൾഫ് അവസാനിപ്പിച്ചിട്ട് മാക്സിമം യൂറോപ്പിലേക്ക് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ യൂറോപ്പിലേക്ക് ഏതെങ്കിലും ഏജൻസി, നല്ല ഏജൻസി, വിശ്വസ്തമുള്ള ഏജൻസിയിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. യൂറോപ്പിലേക്ക് വരിക. യൂറോപ്പിൽ വന്നതിന് ശേഷമാണ്, ഞാൻ 5 വർഷം ഇപ്പോൾ ജോലി ചെയ്യുന്നു, വന്നതിന് ശേഷമാണ് എനിക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടായിട്ടുള്ളത്, മാനസികമായിട്ട് ഹാപ്പി ആയിട്ടുള്ളത്. മനസ്സിലാവുക. ഞാൻ ഇവിടം വരെ എത്തിയത് യൂറോപ്പിൽ കൊണ്ടാണ്. നമ്മളെ ബഹുമാനിക്കുന്ന വ്യക്തികളാണ് യൂറോപ്പുകാർ. നമ്മൾ നല്ല ജോലി ചെയ്യുന്നവരാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവരൊക്കെ നമ്മൾക്ക് റെസ്പെക്ട് തരും. എന്നാൽ ഗൾഫിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കുറ്റങ്ങൾ മാത്രമായിരിക്കും. നമ്മൾ ഒരു 30 ദിവസം നല്ല രീതിയിൽ ജോലി ചെയ്ത് ഒരു ദിവസം നമുക്കൊരു വയ്യായിക വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല ഒരു മനുഷ്യനും. നിങ്ങളത് ആലോചിച്ച് നോക്കണം. സാമ്പത്തികം മെച്ചമില്ല, ഫാമിലിയുമായിട്ടും നമ്മൾ അകന്ന് നിൽക്കുന്നു. ജോലിയുടെ ഹാർഡ് വർക്ക് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പറ്റുന്നതെല്ലാം അനുഭവിക്കും. എന്നാലും നമ്മളവിടെ പിടിച്ചിരിക്കുന്നവർ നമ്മളൊരു സ്ഥലത്ത് നമ്മുടെ ഒരു ജീവിത സാഹചര്യം കൊണ്ട് ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ അതിൽ നമ്മുടെ മനസ്സങ്ങനെ പൊരുത്തപ്പെടും. അതുകൊണ്ടാണ് നമ്മളവിടെ നിന്ന് പോകുന്നത്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ ഗൾഫ് ഉപേക്ഷിക്കുക. എല്ലാവരും ഉപേക്ഷിച്ചോണം. ഇന്ത്യക്കാരെല്ലാം ഉപേക്ഷിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ തന്നെ സാലറി കൂട്ടും ഗൾഫുകാർ.